എല്ലാറ്റിനും അടിസ്ഥാന കാരണം ഈ പറഞ്ഞ ലഹരിയാണ്. അത് മദ്യമാണെങ്കിലും അത് സിന്തറ്റിക് ഡ്രഗുകളാണെങ്കിലും MDMA എന്നൊക്കെ നമ്മളിങ്ങനെ പേരുകളൊക്കെ പല ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ അറിയുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് വളരെ നീചമായി വളരെയധികം ആഴത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മളൊക്കെ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത്. നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ജനിക്കുന്നത് നല്ല പരിഭാവനമായ അദ്ദേഹത്തോടു കൂടെ, നിഷ്കളങ്കനാണ്. അവർ പാവാണ്. എന്നാൽ അവരുടെ പിതാക്കളും മാതാക്കളും സാഹചര്യങ്ങളും അതുപോലെ സമൂഹമാണ് അവർ വഴിതെറ്റിക്കുന്നതെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ബാപ്പമാരായ രക്ഷിതാക്കളെ നമ്മൾ കുട്ടികൾ എങ്ങോട്ട് നീങ്ങുന്നു, ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ, എങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ന് എല്ലാം പോലെ വിരൽത്തുമ്പിൽ ലഭ്യമാവുന്ന കാലഘട്ടം. നമ്മുടെ കൈകളിൽ, നമ്മുടെ മക്കളുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോണിലൂടെ എന്തും ഏത് രാജ്യത്തും ലഭ്യമാവുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. അള്ളാഹു കാത്തുരക്ഷമാരാവട്ടെ. ഒന്ന് അതിന് പരിഹാരം മതകീയമായിട്ടുള്ള ബോധം അവർക്ക് ഉണ്ടാക്കിയെടുക്കലാണ്. ആ ധാർമ്മിക ബോധം, വിശ്വാസം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശ്വാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനബിയിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യായങ്ങൾ, കാര്യങ്ങൾ, തത്വങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മെല്ലെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുകൊടുക്കലാണ്. അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അവരത് എത്തിക്കലാണ് ഒരു പരിഹാരം. മതകീയ ചിന്തകളോ, മതബോധം, സദാചാര ബോധം, ദീനി വിജ്ഞാനം, അതിന് നിങ്ങൾ വാഴ പറയാനൊന്നും കുട്ടികൾ കിട്ടൂല. അവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഇരുന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കുടുംബത്തോടൊപ്പം തീൻമേശമേൽ ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുകയും അതിന് വർക്കത്തുണ്ടോ, അതിന് കുടുംബം ദൃഢതയുണ്ടോ? എന്താ കാരണം? മക്കളുമായിട്ട് ഹൃദയബന്ധം സ്ഥാപിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ, അവരുടെ പരാതികൾ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ നമ്മളതിലേക്ക് ബോധപൂർവമായി ഇടപെടാൻ വേണമെന്നുള്ളതാണ് പറഞ്ഞതിനർത്ഥം. നമ്മളെപ്പോഴും കുട്ടികളുമായി കൂടിച്ചേരാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. എന്റെ നാട്ടിലെ കച്ചവടക്കാരുണ്ട്, പാവം മനുഷ്യൻ. അദ്ദേഹം രാത്രി അതേപോലെ എന്റെ മക്കളെ ഞാൻ ആയത്തോടെ കണ്ടില്ല. കാരണം ഞാൻ വരുമ്പോഴേ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ രാവിലെ പോകുമ്പോഴേ കുട്ടികൾ വന്നിട്ടുണ്ടാവില്ല. അയാളത്തോടെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, ഞായറാഴ്ചകൾ വരുന്നില്ലേ? ഞായറാഴ്ച ഏറ്റവും വലിയ കച്ചവടം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ രീതിയിലാണ് നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉള്ളത്. വളരെയധികം ബോധപൂർവമായ ഇടപെടൽ നമ്മൾ മക്കളുടെ കാര്യം നടത്തേണ്ടിയിരുന്നു. ഇപ്പൊ ഷഹബാസിനെ കുറിച്ച്, റാഗിങ്ങിന് മരണപ്പെട്ട താമരശ്ശേരി ഷഹബാസിനെ കുറിച്ച് നമ്മൾ ഖേദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിനകത്ത് ഇതുപോലെ സംഭവിക്കാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ വളരെയധികം ജാഗരൂകരാകേണ്ട സമയമാണ്. ഒന്ന് മതകീയമായ ജ്ഞാനം കൊടുക്കുക, ഞാൻ പറഞ്ഞു. രണ്ടാമത് നന്നായിട്ട് ദുആ ചെയ്യുക. ഇതൊക്കെ ഇപ്പൊ നല്ല ദിവസങ്ങളാണ്, നല്ല മണിക്കൂറുകളാണ്. റമദാനിന്റെ രാവും പകലും ഒരുപോലെ ധന്യമാണ്. അവിടങ്ങളിലൊക്കെ നന്നായിട്ട് മക്കൾക്ക് വേണ്ടി നല്ല റാഹത്താവാൻ വേണ്ടി, നല്ല ബോധ്യമുള്ളവരാവാൻ വേണ്ടി, നല്ല സംസ്കരിക്കപ്പെട്ട തസ്കീയത്തുള്ളവരാവാൻ വേണ്ടി നന്നായിട്ട് ദുആ ചെയ്യണം. മൂന്നാമത്തത്, അവരുടെ എല്ലാ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് പഠിക്കണം. എവിടെ പോകുന്നു, ആരൊക്കെയാണ് കൂട്ടുകാർ, എങ്ങനെയൊക്കെയാണ് സുഹൃബന്ധങ്ങൾ, എവിടെങ്ങളിലൊക്കെയാണ് അവരുടെ ഫോണൊക്കെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്കൊന്നും ചിലപ്പോൾ പരിശോധിക്കാൻ കഴിയുന്നു വരില്ല. അവിടെ തൊട്ടടുത്തുള്ള സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ നമ്മുടെ വീടിലുള്ള ഭാര്യ, ഉമ്മയോട് വളരെയധികം അടുപ്പമുണ്ടോ കുട്ടികൾക്കോ, അവരോടൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ച്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പഴുതുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊണ്ട് പോകാനുള്ള നല്ലൊരു ഇടപെടൽ രക്ഷിതാവെന്നതൊക്കെ നമ്മുടെ ഇടയിൽ വേണം. കാരണം ഈ മതകീയ ചിന്തകളിലോട്ട് നമ്മുടെ നാട്ടിലെ സംഘടന ഉണ്ടാവും. ഏത് സംഘടനയും സുന്നി സംഘടന പ്രവർത്തിപ്പിക്കണം. സുന്നി വിദ്യാർത്ഥി സംഘടനകളുണ്ടോ, യുവാക്കളുടെ സംഘടനകളുണ്ടോ, നമ്മൾ മുതിർന്നവർക്കുള്ള സംഘടനകളുണ്ടോ? ഇതൊക്കെ തൽക്കാലം എന്തെങ്കിലും ഗ്രൂപ്പിന്റെ പേരാണ് ആരും തെറ്റിദ്ധരിക്കുന്നതോ? ഇതൊക്കെ ഈ രീതിയിലോ മക്കൾ വഴിതെറ്റി പോവാതിരിക്കാനുള്ള സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകളോ, പശ്ചാത്തലങ്ങളോ, അവിടെയൊക്കെ ഗ്രൂപ്പിന്റെ പേര് വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ നമ്മൾ കുട്ടികളെ സംഘടനയിലേക്ക് അടുപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് അപകടകരമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ രീതിയിലോ നല്ല സുഹൃത്ത്, നല്ല ആൾക്കാരുമായിട്ട് സഹവസിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനാണ് ഏറ്റവും നല്ലത്. നല്ല കൂട്ടുകാരായിരിക്കണം, നല്ല ആൾക്കാരായിരിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, ഇസ്ലാമിൽ അങ്ങനെ കാഴ്ചപ്പാടുണ്ടോ, നമ്മൾ ഏറ്റവും നല്ല പണ്ഡിതന്മാരോടുണ്ട്, സ്വാധീനങ്ങളുണ്ടോ, സാധാത്യങ്ങളുണ്ടോ, നല്ല സുഹൃത്തുക്കളുണ്ടോ, അവരോടൊക്കെ കൂട്ടിച്ചേർന്ന് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ കറുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്ന, പാപങ്ങളിൽ നിന്നും പിന്തിരിയാൻ കഴിയും, തെറ്റുകളിൽ നിന്നും പിൻവലിയാൻ കഴിയും. അതിനുള്ള സാഹചര്യങ്ങളാണ് ഈ നല്ലവരുമായിട്ടുള്ള കൂട്ടുകൂടൽ. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും വളരെ ശക്തമായിട്ടുള്ള ഒരു ബോധ്യം, ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. മക്കളെ വഴിതെറ്റാൻ പാടില്ല. നമ്മൾ നാളെ നമ്മളെ മയ്യത്ത് 3 വെള്ള തുണിയിലെ കൊണ്ട് കിടന്ന് ജനാസ നിസ്കരിക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട മകനാണ് നമ്മുടെ വീട്ടിലുള്ള മകൻ. അവനൊരിക്കലും ഈ ലഹരിക്ക് അടിമയാവരുത്. അവനൊരിക്കലും നിസ്കാരമില്ല എന്ന് പറയുന്ന, ദൈവമില്ല എന്ന് പറയുന്ന ഒരു നിരീശ്വരത്തിലുള്ള വഴിതെറ്റി പോകാൻ പാടില്ല. അതിന് വേണ്ടത് ഈ രീതിയിലുള്ള പരിഹാര മാർഗം. നമ്മളിപ്പോൾ 2-3 പരിഹാര മാർഗങ്ങളൂടെ പറഞ്ഞു. ആ പരിഹാര മാർഗങ്ങളാണ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മക്കൾ വേണം. എന്റെ വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിലോ, എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒരു യാസീൻ, ഫാത്തിഹ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ മരിച്ച
വാപ്പക്ക് കൂടി ഒരു ഫാത്തിഹ ഹജ്ജ് ചെയ്യുന്നു എന്ന് മനസ്സുള്ള, അങ്ങനെ ഒരു തോന്നലുള്ള, അങ്ങനെ ഒരു ശീലമുള്ള മക്കളെയാണ് നമ്മൾ വളർത്തേണ്ടത്. കരഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ വേദനയോടുകൂടി കരയുന്ന മയ്യത്ത് നിസ്കാരത്തിനടുത്ത് ജനാസ നിസ്കരിക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് വാപ്പക്കോടി പ്രാർത്ഥിക്കുന്ന മകനെ സൃഷ്ടിക്കാനാണ് നമ്മളൊക്കെ പാടുപെടുന്നത്. അവിടങ്ങളിൽ നിന്ന് നമുക്ക് അടിപതറാൻ പാടില്ല. നമ്മുടെ കാലിനടിയിൽ നിന്ന് മഴ നീങ്ങുന്നുണ്ട്, നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തുകയാണ്. മയക്കുമരുന്നിന്റെ കാര്യങ്ങൾ അറിയോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ കേരളത്തിലെ ഇന്നലെ വന്ന സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന കണക്ക്, കേരളത്തിലെ എല്ലാ ഡി അഡിക്ഷൻ സെന്ററുകളും ഈ കവിഞ്ഞിരിക്കുക. ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കള്ളുകൂടി മാറ്റാനുള്ള, മയക്കുമരുന്ന് ശീലം മാറ്റാനുള്ള ആശുപത്രികളാണ്, അതിനുള്ള ക്ലിനിക്കുകളാണ്, അങ്ങനെയുള്ള കുറഞ്ഞ സെന്ററുകളേ ഉള്ളൂ. ആ സെന്ററുകൾ തന്നെ അങ്ങേയറ്റം നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വളരെയധികം ബുദ്ധിമുട്ട്. റോഡിൽ കണ്ട പോലീസ് ജീപ്പിനെ അടിച്ച് പൊട്ടിച്ച് ഉള്ളിൽ കയറാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങൾ വന്നു, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവണ്ണ കള്ള് കുടിച്ചിട്ട് കൊച്ചിയിലെ എറണാകുളത്തെ റോഡിലൂടെ അഴിഞ്ഞാടി ആ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സ്ത്രീകളും പെൺകുട്ടികളും ഈ രീതിയിലേക്ക് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇനിയോ ചെറിയ മക്കള് 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ചോക്ലേറ്റിന്റെ കൂടെ ഇന്നലെ നമ്മൾ TV വാർത്ത കണ്ടു. അത് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. അവിടുത്തെ ഒരു പെൺകുട്ടി, ചെറിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ തരത്തിലുള്ള ലഹരി മരുന്നിന് അടിമയായി. എന്താ കാരണം? അവിടെ ഒരു സുഹൃത്ത് ഒരു ചെറിയൊരു മഞ്ച് കാഡ്ബറി കൊടുത്തപ്പോൾ, ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അതിലൊരു വെളുത്ത പൊടി വിതറിയിരുന്നു. അതോടുകൂടിയാണ് കഴിച്ചത്. ഒരൊറ്റ പ്രാവശ്യം കഴിച്ചാൽ മതി. സിന്തറ്റിക് ഡ്രഗുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടത ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി, പിന്നെ നമ്മൾ തേടിപ്പോവും. ഉള്ളിലുള്ള നമ്മുടെ എല്ലാ അവയവങ്ങളും എല്ലാ ഞരമ്പുകളും ഒക്കെ പെട്ടെന്ന് ദ്രവിച്ച് മനുഷ്യനെ കൊണ്ട് ഒരു ഉപ്പ് വെച്ച കല പോലെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് ഈ ഡ്രഗുകളുടെയൊക്കെ. ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഈ സാധനങ്ങൾ, ലഹരി വസ്തുക്കളൊക്കെ അതിന് കേരിയറായിട്ട്, അതിന്റെ വാഹകരായിട്ട് നമ്മുടെ മക്കൾ മാറുകയാണ്. എവിടെയെങ്കിലൊക്കെ ഒന്നും കൂടുതൽ പൈസ കിട്ടുന്നതിൽ ആശ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കളും നമ്മുടെ മനുഷ്യ സമുദായം തന്നെയാണ് മരിച്ചു പോകുന്നത്. മറ്റൊന്നും നിരീശ്വരവാദമാണ്. അതിലേക്കൊന്നും കിടക്കാൻ ഇപ്പൊ സമയമില്ല. 23% പെൺകുട്ടികളും ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയുന്നു. കല്യാണം അവർക്ക് വേണ്ട. പ്രായം കഴിഞ്ഞു 20 കഴിഞ്ഞു 25 കഴിഞ്ഞു 30 കഴിഞ്ഞ പെൺകുട്ടികളും കല്യാണത്തിന്റെ ഇറക്കത്തില്ല. കാരണം സ്വതന്ത്ര ജീവിതമാണ് അവർക്ക് ആവശ്യം. അവർക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം. ഭർത്താക്കന്മാരുടെ അടിമയായിട്ട് ജീവിക്കാൻ കഴിയില്ല. പ്രസവിക്കാൻ, ഗർഭം ധരിക്കാൻ കഴിയില്ല. അതൊക്കെ അടിമപ്പണിയാണ്. അതൊന്നും നമുക്ക് കഴിയില്ല. സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയണം എന്നുള്ള ചിന്താഗതിയോടുകൂടി കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം ഇപ്പോൾ 23% എത്തി നിൽക്കുന്നു. 100 ആളുണ്ടെങ്കിൽ 23 പെൺകുട്ടികൾ കല്യാണം വേണ്ടെന്ന് പറയുന്നു. ആ കുട്ടികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഫ്രീ തിങ്ക്, അതായത് സ്വതന്ത്ര ചിന്ത. ദൈവമില്ല, അള്ളാഹുവില്ല, ഇതൊക്കെ മാമൂലുകളാണ്. നിസ്കാരം, ഈ പറഞ്ഞ ഉസ്താദുമാരുടെ സംസ്കാരം, അതൊക്കെ തെറ്റാണ്, അതൊക്കെ പ്രാകൃതമാണ്. വെളിച്ചമില്ലാത്ത അല്ലെങ്കിൽ തീരെ ചിന്തിക്കാനാണ് നിങ്ങളുടെ കൂടെ ഞാനില്ലെന്ന് പറഞ്ഞു എഴുതുന്ന ക്യാമ്പസുകളിൽ നമ്മുടെ ഓൺലൈൻ, നമ്മുടെ ഈ മീഡിയ പേഴ്സൺ പോകുമ്പോൾ അവരുടെ മൈക്കിലൂടെ പറയുന്ന നമ്മുടെ മുസ്ലിം പെൺകുട്ടികളോ തള്ളി പറയുന്നത് മദ്രസ വിദ്യാഭ്യാസ, നമ്മുടെ ഉസ്താദുമാരെയ, നമ്മുടെ സമ്പ്രദായത്തെയാണ്. കാരണം അതൊക്കെ തീർത്തും താഴ്ത്തമാണെന്ന് പറഞ്ഞുകൊണ്ടോ വിശ്വാസത്തിന്റെ ആണിക്കല്ല് പോലും അടിസ്ഥാന ഘടകങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ ഒരു പ്രകൃതം സ്വഭാവം വളരെ അപകടകരമാണ്. സുഹൃത്തുക്കളെ, ബേജാറാക്കാൻ വേണ്ടി പറയല്ല. ഇങ്ങനെയുള്ള നീചമായ അവസ്ഥയിലേക്ക് പോകാൻ കാരണം ദീനുമായിട്ട് മതവുമായിട്ട് അടുപ്പില്ലാത്ത, വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ഇസ്ലാമികമായ ആ വിശ്വാസത്തെയും അതുപോലെ മതകീയമായ ചിന്തകളെയും ആരാധനകളുടെ ആ ഒരു ലബ്ധത്ത്, അതിന്റെ സംതൃപ്തിയും അതിന്റെ മധുരവും അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കുടുംബങ്ങളെ ശ്രദ്ധിക്കാൻ രക്ഷിതാവിന് കഴിയുള്ളൂ. ഇവിടെ പോലീസിനെ വിളിച്ചാൽ കഴിയില്ല. എന്നാൽ തന്നെ ഷഹബാസിന്റെ പ്രതികളൊക്കെ 15 വയസ്സുള്ള കുട്ടികളാണ്. അവർ അറസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല. കാരണം 18 വയസ്സാവാതെ ജൂനിയർ ഇവിടെ തെറ്റാണ്. ആ നിയമം ഇവിടെ വളരെയധികം പഴുതി കൊടുക്കണം അത്തരക്കാർക്ക്. കാരണം 18 വയസ്സാവാതെ കോടതിയിൽ കൊണ്ടുവന്ന് ജയിലടക്കാൻ ഇപ്പോൾ തൽക്കാല നിയമത്തിൽ അതിന് നിർവാഹമില്ല. പോലീസുകാരെ കൈവർത്തമാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇന്നത്തെ സ്ഥിതികൾക്ക് അത്രയും രൂക്ഷമാണ്. അതുകൊണ്ട് ഏക പരിഹാരമുള്ളൂ, നമ്മൾ ഓരോ രക്ഷിതാക്കളും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ കാത്തു സൂക്ഷിക്കുക, അവരെ ഈ പറയുന്ന നമ്മുടെ ഇസ്ലാമികമായ പാരമ്പര്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, നല്ല രീതിയിൽ പെരുമാറുക. ഒരിക്കലും കേടായിട്ടോ വെറുത്തോ കണ്ണുറുക്കിയോ അല്ലെങ്കിൽ നമ്മളെ മുളക് തിരിച്ചോ ഒന്നും ഒരിക്കലും ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ഈ ആത്മഹത്യാ പ്രവണത വളരെ വർദ്ധിച്ചിരിക്കുക. അന്ന് ഗൾഫിൽ നിന്നും വന്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെണ്ണ നല്ല കുട്ടിയായിരുന്നു, നന്നായിട്ട് പഠിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? അവൾ നമ്മുടെ എല്ലാ വിഷയത്തിലും മാർക്ക് 1 റാങ്കായിരുന്നു. നല്ല മാർക്ക് കിട്ടിയ കുട്ടി ഇവിടെ വന്ന് എറണാകുളത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നപ്പോൾ അവൾ ആദ്യത്തെ പേപ്പറിൽ മുഴുവൻ മാർക്ക് കിട്ടില്ല. ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്ന സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കേണ്ട പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാഷ് അധ്യാപകൻ മാർക്ക് കൂടുതൽ തീർത്തു കൊടുത്തില്ല. 20 മാർക്ക് കിട്ടുന്ന കുട്ടി 20
ജീവിതത്തിൽ 18 കിട്ടിയപ്പോൾ പ്രക്ഷോഭം അല്ലെങ്കിൽ മനസ്സിൽ വല്ലാത്ത നിരാശ, ഇതുവരെ എല്ലാ രംഗത്തും ഉണ്ടാവുന്ന അധ്യാപകരോട് ചോദിച്ചപ്പോൾ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അന്ന് രാത്രി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈകാരികമായിട്ട് ഈ തെറ്റുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈസിസുകളെ നിർണായക ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്കില്ല. ബ്രോയിലർ കോഴി പോലെയാണ് ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നത്. അവർക്കറിയില്ല എന്താണ് കുടുംബം, എന്താണ് പ്രകൃതിയിൽ നൈസർഗികമായിട്ട് ചെയ്യേണ്ടത് എന്നറിയാതെ എന്ന് ശീലിക്കാത്ത ഈ കുട്ടികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശിക്ഷിക്കുമ്പോഴും പറയുമ്പോഴും നമ്മൾ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പോലീസുകാർ വരെ ഭയപ്പെടുന്നതാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്താൽ പിന്നെ പോലീസിന്റെ ജോലി പോകും. അതുകൊണ്ട് നമുക്ക് മാത്രമേ പരിഹാരമുള്ളൂ. രക്ഷിതാവെന്ന നിലക്ക് നമുക്ക് മാത്രമാണ് പരിഹാരം എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കുമാറാവട്ടെ, സ്വാലിഹ്യങ്ങളാക്കട്ടെ, അള്ളാഹുവിന്റെ ദീനിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന നല്ല മക്കളാക്കി തീരുമാനാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തു.